ഹായ് ഓൾ, വെൽക്കം ടു ഏസ് ആപ്പ് ലേണിംഗ്. 2025 നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കേരളം, ഇന്ത്യ, വേൾഡ് തുടങ്ങിയ കറണ്ട് അഫയേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ആ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സ്പോർട്സ്, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, പ്രധാനപ്പെട്ട വേദികൾ, നിയമനങ്ങൾ, ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് ഈ ക്ലാസ് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അടുത്ത പരീക്ഷകൾ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025 ICC വനിതാ വേൾഡ് കപ്പ് ഇന്ത്യയിലാണ് നടന്നത്. അത് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ആ ഹോസ്റ്റ് ചെയ്ത രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞു. അതിൽ ചാമ്പ്യൻസ് എന്ന് പറയുന്നതും ഇന്ത്യ തന്നെയാണ്. ഇത് വനിതാ വേൾഡ് കപ്പാണ് കേട്ടോ, 50 ഓവർ വേൾഡ് കപ്പാണ്. അപ്പോൾ ICC 2025 വനിതാ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യ വനിതകളുടെ ICC വേൾഡ് കപ്പ് നേടുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻ പ്രീത് കൗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ്. അതുപോലെ ഈ 2025 ICC വനിതാ വേൾഡ് കപ്പിൻ്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയാണ്. അപ്പോൾ ഈ 4 പോയിന്റ് അറിഞ്ഞിരിക്കുക. 2025 ICC വനിതാ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ്. അതിൽ ചാമ്പ്യൻസും ഇന്ത്യയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻ പ്രീത് കൗർ ആണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ആരാണ്? ഇന്ത്യയുടെ തന്നെ ദീപ്തി ശർമ്മയാണ്. ഇനി ഇന്ത്യയുടെ 91ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് രാഹുൽ എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുക, പലപ്പോഴും ഈ ഗ്രാൻഡ് മാസ്റ്റർമാരെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ 91ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് VS രാഹുൽ എന്ന് പറയുന്നത്. 2026 IPL മലയാളി താരം സഞ്ജു വി സാംസനെ സ്വന്തമാക്കിയ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ ഇത്രയും കാലം സഞ്ജു സാംസൺ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി, അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? സഞ്ജു വി സാംസൺ എന്ന് പറയുന്നത്. എന്നാൽ സഞ്ജു ഒരു ടീം മാറ്റം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം ഇപ്പോൾ ഏതാണ്? IPL ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള എൽദോസ് പോളാണ്. അപ്പോൾ കേരളത്തിലെ മികച്ച താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് ട്രിപ്പിൾ ജമ്പ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് താരമായിട്ടുള്ള എൽദോസ് പോളാണ്. അപ്പോൾ ഈ സഞ്ജു വി സാംസന്റെ ചോദ്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് ചോദ്യമായിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലെയർ ആയിരിക്കും വരാൻ പോകുന്ന IPL സീസൺ എന്ന് പറയുന്നത്. ഇനി 2026 ഫിഫ വേൾഡ് കപ്പ്, പ്രധാനമായിട്ടും അമേരിക്ക, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പാണ് 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സോ അതിന് ക്വാളിഫിക്കേഷൻ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായിട്ട് മാറിയത് കുറസോ എന്ന് പറയുന്ന രാജ്യമാണ്. 2026 ഫിഫ വേൾഡ് കപ്പിന് അതിന് ക്വാളിഫിക്കേഷൻ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായിട്ട് മാറിയത് കുറസോ എന്ന് പറയുന്ന രാജ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് ഇന്ത്യയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയ രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലിൽ ഇന്ത്യ നേപ്പാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രഥമ കാഴ്ച പരിമിതരുടെ വനിതാ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത്. ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾ, അതായത് പ്രധാനപ്പെട്ട ടീമുകൾ ഉണ്ടാവുമല്ലോ, അവർക്കെതിരെയെല്ലാം സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യ താരമാണ് ഷായ് ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 11 ടീമുകൾക്കെതിരെയും ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെയും സെഞ്ചുറി അഥവാ 100 നേടുന്ന ആദ്യ താരമായിട്ട്
വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ഷായ് ഹോപ്പ് മാറുകയാണ്. സോ രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് ഷായ് ഹോപ്പ്. അപ്പോൾ ഇവിടെ ആദ്യ 2 പോയിന്റ്സ് ഓർത്തിരിക്കുക, അത് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം കുറസോ ആണ്. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? അത് ഇന്ത്യയാണ്. ഇന്ത്യ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡേവിസ് കപ്പ്, ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെൻ്റ് ആണ് ഡേവിസ് കപ്പ്. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഡേവിസ് കപ്പ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ്? ഏതാണ്? ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു ട്രോഫിയാണ് ഡേവിസ് കപ്പ്. സോ 2025 ഡേവിസ് കപ്പ് ജേതാക്കൾ ആരാണ്? ഇറ്റലിയാണ്. 2025 ഡേവിസ് കപ്പ് ജേതാക്കൾ ആരാണ്? ഇറ്റലിയാണ്. ഇനി 2025 ഫിഡെ ചെസ് വേൾഡ് കപ്പ് ഗോവയിലാണ് നടന്നത്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് ഇന്ത്യയിലെ ഗോവയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ അതായത് അതിൽ ജാവോഗിർ സിന്ദ്രോവ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ താരം ജേതാവുന്നുണ്ട്. അപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഈ ജാവോഗിർ സിന്ദ്രോവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2025 ഫിഡെ ചെസ് ലോകകപ്പ് ഗോവയിലാണ് നടന്നിട്ടുള്ളത്. ഗോവ. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കുന്നത് ജാവോഗിർ സിന്ദ്രോവ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ താരമാണ്. അദ്ദേഹം ഈ നേട്ടം കൈവരിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് സിന്ദ്രോവ് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഇന്ത്യ 2021 നവംബർ മാസത്തിൽ ഒരു രാജ്യത്തോട് ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തോൽവി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തിനെതിരെയാണ്? ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീം ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ തോൽവി ഏത് രാജ്യത്തിനെതിരെയാണ്? ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് കേട്ടോ. ഇത് അറിഞ്ഞിരിക്കുക. ഇത് പല റയർ പോയിന്റുകളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരിടുന്ന റൺസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ തോൽവിയാണ് 2025 നവംബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇന്ത്യ ആ ഒരു പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏത് രാജ്യത്തിനെതിരെ എന്ന് ചോദിക്കാം. എത്ര റൺസിനാണെന്ന് ചോദിക്കാനൊക്കെ ചാൻസ് കുറവാണ്. ഏത് രാജ്യത്തിനെതിരെയാണ്? ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ്. ഓക്കെ. ഇനി IPL വനിതാ താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ദീപ്തി ശർമ്മ. നമുക്കറിയാം ICC വനിതാ വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഇന്ത്യൻ താരമായിട്ടുള്ള, ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ദീപ്തി ശർമ്മ എന്ന് പറയുന്നത്. സോ ആ കാരണത്താൽ തന്നെ 2025 നവംബറിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ എന്ന് പറയുന്നത്. ഇനി ഫിഫ അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ എന്നാണ് ചാമ്പ്യൻസ് ആയിട്ട് മാറുകയാണ്. പോർച്ചുഗലിൻ്റെ പ്രഥമ കിരീടമാണ് പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സോ ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പിൽ ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ പ്രഥമ കിരീടം നേടുകയാണ്. പലപ്പോഴും അണ്ടർ-17 അണ്ടർ-19 വേൾഡ് കപ്പ് നേടിയതാരെന്നൊക്കെ ചോദിക്കാറുണ്ട്. പറഞ്ഞിരിക്കുക, 2025 നവംബറിൽ അണ്ടർ-17 വേൾഡ് കപ്പ് ഫൈനൽ നടന്നിരുന്നു. സോ അതിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയ രാജ്യമാണ് യൂറോപ്യൻ രാജ്യമായുള്ള പോർച്ചുഗൽ. പരാജയപ്പെടുത്തിയത് ഓസ്ട്രിയയാണ്. 14ാമത് ജൂനിയർ ലോകകപ്പ് ഹോക്കി ടൂർണമെൻറ്റിന് വേദിയാകുന്നത് മധുര ചെന്നൈയാണ്. ഇനി ഭാഗ്യചിഹ്നം കാങ്കേയനാണ്. അപ്പോൾ 14ാമത് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് വേദിയാകുന്നത് ഇന്ത്യയാണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? കാങ്കേയൻ എന്നാണ് അതിൻ്റെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര്. ഓക്കെ. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്താണ് ആദ്യ. ഇത് എങ്ങനെയാണ് ഈ ചോദ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ എന്ന് പറയുന്ന വിത്ത് ഏത് സസ്യത്തിനെന്ന് ചോദിക്കാം. അപ്പോൾ നെൽവിത്താണ് ഏതെന്ന് പറയുന്നത്? ആദ്യ. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? അതിന് സഹായിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചെറുക്കാൻ കഴിയുന്ന, പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വിത്താണ് ആദ്യ എന്ന് പറയുന്നത്.
ഇനി എസ്കപ്പേഡ് എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പം അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നാസയുടെ ദൗത്യമാണ് എസ്കപ്പേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നാസയുടെ സാറ്റലൈറ്റിൻ്റെ പേരാണ് എസ്കപ്പേഡ് എന്ന് പറയുന്നത്. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തിലെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകാരം നൽകിയ രാജ്യം ബ്രസീലാണ്. വാക്സിൻ്റെ പേരെന്താണ്? ഭൂഡൻഡൻ ഡേവി എന്നാണ്. ഭൂഡൻഡൻ ഡേവി എന്നാണ് ഈ ബ്രസീൽ അംഗീകാരം നൽകിയിട്ടുള്ള. ഇതിലെ കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഒറ്റ ഡോസ് വാക്സിനാണ്. ഓക്കെ, കൊതുക് വഴിയാണ് നമ്മുടെ ഡെങ്കിപ്പനി എന്ത് ചെയ്യുന്നത്, പകരുന്നത്. അത് പ്രതിരോധിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ ഒറ്റ ഡോസ് വാക്സിനാണ് ഭൂഡൻഡൻ ഡേവി എന്ന് പറയുന്നത്. സോ അതിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം. ഓക്കെ, ഇനി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായിട്ട് മാറിയത് സ്വീഡനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലോകത്തിലെ തന്നെ ആദ്യമായിട്ടൊരു രാജ്യം എന്തായിട്ട് മാറുകയാണ്? ആദ്യ കറൻസി രഹിത രാജ്യമായിട്ട്, അതായത് മീൻസ് ഈ നമ്മുടെ ക്യാഷ് യൂസ് ചെയ്യാത്ത രാജ്യമായിട്ട് ആര് മാറുകയാണ്? സ്വീഡൻ മാറുകയാണ്. സോ ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായിട്ട് സ്വീഡൻ മാറുകയാണ്. TCSനെ പിന്തള്ളി 2025 ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കമ്പനിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ HDFC ബാങ്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബാങ്കായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ TCSനെ പിന്തള്ളി 2025 ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കമ്പനിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനക്കും അമേരിക്കക്കും പിന്നിലായി ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്വിക്ക് കൊമേഴ്സ് വിപണിയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇപ്പം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് വായിച്ചാൽ മതി. അപ്പോൾ ചൈനക്കും അമേരിക്കക്കും പിറകിലായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്വിക്ക് കൊമേഴ്സ് രാജ്യമായിട്ട് മാറിയത് നമ്മുടെ ഇന്ത്യയാണ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇപ്പം ഇവിടെ ആദ്യത്തെ പോയിന്റ് അറിഞ്ഞിരിക്കുക, അത് അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. ലോകത്തിലെ ആദ്യത്തെ കറൻസി രഹിത രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട 2025 നവംബറിൽ നടന്നതോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതോ ആയിട്ടുള്ള വേദികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, പുരുഷ ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് അതിൻ്റെ 14ാമത്തെ പതിപ്പ് ചെന്നൈയിലാണ് നടന്നത്. സോ അത് തന്നെയാണ് ആദ്യ പോയിന്റ്. കാങ്കേയൻ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം നമ്മൾ സ്പോർട്സിൻ്റെ ഭാഗത്ത് പഠിച്ചതാണ്. സോ പുരുഷ ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് നടന്നത് തമിഴ്നാട്ടിലാണ്. ഇനി അടുത്ത പോയിന്റ് 2026 നടക്കാൻ പോകുന്ന 31ാമത് കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതെന്തായാലും അടുത്ത പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും. 31ാമത്തെ കാലാവസ്ഥ ഉച്ചകോടിയുടെ എഡിഷൻ 2026 നടക്കുന്നത്. സോ 2025 ബ്രസീലിലാണ് നടന്നത്. ഓക്കെ, 2026 എവിടെയാണ്? തുർക്കിയിലാണ് നടക്കുന്നത്. 2026 തുർക്കിയിലാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി 2025 നവംബറിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. G20 ഉച്ചകോടി അത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ 2026 എവിടെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ USA നടക്കുന്നത് കേട്ടോ. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? USA ആണ്. അപ്പോൾ അവസാന 2 പോയിന്റ്, ഈ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇന്ത്യയിൽ നടന്നതുകൊണ്ട് തന്നെ. ഏത്? പുരുഷ ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് അതിന് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തമിഴ്നാട്, ചെന്നൈ. ഇനി 31ാം കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് തുർക്കിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ്. ഇനി 2025 G20 ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. 2026 നടക്കാൻ പോകുന്നത് USA. അപ്പോൾ ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ്. കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി 2025 വനിതാ പുരുഷ ഹോക്കി വേൾഡ് കപ്പിന് വേദി ബെൽജിയം, നെതർലാൻഡ് എന്നീ തുടങ്ങിയ
യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇപ്പോൾ 2026 പുരുഷ വനിത ഹോക്കി വേൾഡ് കപ്പിന് 2 യൂറോപ്യൻ രാജ്യങ്ങളാണ് വേദിയാകുന്നത്. ഒന്ന് ബെൽജിയം, അടുത്തത് നെതർലാൻഡ് ആണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് 2010 ഇന്ത്യയിൽ ഒടുവിലായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 100 വർഷം തികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷം എന്ന നിലക്ക് 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഓക്കെ, 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് അഹമ്മദാബാദ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ്, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസ് എന്ന് വരുന്നുണ്ട്. അത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് നടക്കുന്നത്. സ്കോട്ട്ലൻഡിലല്ല, ഗ്ലാസ്ഗോയിലാണ് ആ ഒരു കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഈ 2030 എവിടെയാണ്? ഇന്ത്യയിലാണ്. വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുവാണെങ്കിൽ, മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷയാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അതുപോലെ ഇന്ത്യയിലെ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ജനതാദൾ യുണൈറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. ബീഹാറിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. അപ്പോൾ അതും പ്രധാനപ്പെട്ട 2025 നവംബറിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. ഇനി സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത് 2025 സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ്. മൊത്തം അവാർഡുകൾ നമ്മൾ പറയുന്നില്ല, പ്രധാനപ്പെട്ട പല കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. മികച്ച നടൻ മമ്മൂട്ടി ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്, മികച്ച നടി ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷംല ഹംസയാണ്. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ എന്ന് പറയുന്ന കാറ്റഗറിയിലെല്ലാം അവാർഡ് നേടിയത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അതിൻ്റെ സംവിധായകനാണ് ചിദംബരം എന്ന് പറയുന്നത്. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. ഇനി മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് പ്രേമലു ആണ്. ഓക്കെ, മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? പ്രേമലു ആണ്. മികച്ച ചിത്രം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. ജൂറി ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രകാശ് രാജാണ്. ഇതൊരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറിയും പറഞ്ഞിട്ടില്ല. 2025 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, മികച്ച തിരക്കഥ, മികച്ച സംഗീത സംവിധായകൻ, അതുപോലെ എന്നീ കാറ്റഗറിയിലെല്ലാം അവാർഡ് ലഭിച്ചത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനായിരുന്നു. മികച്ച നടൻ മമ്മൂട്ടിയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്. മികച്ച നടി ഷംല ഹംസയാണ് ഫെമിനിച്ചി ഫാത്തിമ. ജൂറി ചെയർമാൻ്റെ പേര് ഓർത്തിരിക്കുക, പ്രകാശ് രാജ് ആയിരുന്നു. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുക, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ഭ്രമയുഗം. അതുപോലെ പോപ്പ് ഇതിഹാസമായിട്ടുള്ള മൈക്കൽ ജാക്സന്റെ ചിത്രം 2026 നിലവിൽ വരികയാണ്, അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യുകയാണ്. സോ ആ ചിത്രത്തിൻ്റെ പേര് മൈക്കൽ എന്നാണ്. സോ അതിൽ മൈക്കലായിട്ട് അഭിനയിക്കുന്നത് ആരാണ്? ജാഫർ ജാക്സൺ ആണ്. ജാഫർ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് മൈക്കൽ ജാക്സനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, മൈക്കൽ ജാക്സന്റെ ജീവിതം അടുത്ത വർഷം സിനിമയാകുകയാണ്. ആ സിനിമയുടെ പേരെന്താണ്? മൈക്കൽ എന്നാണ്. ഇനി 2026 നടക്കുന്ന 98ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിലേക്ക് അതിൻ്റെ ഔദ്യോഗിക പട്ടിക പ്രകാരം മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രമാണ് മഹാവതാർ നരസിംഹ എന്ന് പറയുന്നത്. ഇപ്പോൾ 98ാമത് ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങിൽ ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രമാണ് മഹാവതാർ നരസിംഹ എന്ന് പറയുന്ന ചിത്രം. ഇതൊക്കെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി സാഹിത്യ മേഖലയിലെ പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ച് നോക്കി നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് ലഭിച്ചത് KG ശങ്കരപ്പിള്ളക്കാണ്. സോ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപ്പിള്ളയാണ്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുരസ്കാരമാണ് ബുക്കർ പുരസ്കാരം. സോ 2025 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഡേവിഡ് സലെ എന്ന് പറയുന്ന ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഓക്കെ, ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്.
അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേരാണ് ഫ്ലഷ് എന്ന് പറയുന്നത്. ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അപ്പോൾ ബുക്കർ പുരസ്കാരമെല്ലാം പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ 2025 ബുക്കർ പുരസ്കാരം നേടിയത് ഡേവിഡ് സലെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേരാണ് ഫ്ലഷ് എന്ന് പറയുന്നത്. ഈ ഒരു ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനക്കുള്ള ഇക്കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം. ഓക്കെ, അപ്പോൾ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ച എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയുടെ ബുക്കുകളൊക്കെ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, ഒന്ന് ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം, അതുപോലെ തന്നെ ബുക്കർ പുരസ്കാരം ഡേവിഡ് സലെ ഫ്ലഷ് എന്ന് പറയുന്ന നോവലിന്. ഇനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് ലഭിച്ചത് KG ശങ്കരപ്പിള്ളക്കാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, അതിൻ്റെ തീംസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നവംബർ 10 ലോക ശാസ്ത്ര ദിനമാണ്. ട്രസ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടുമാറോ, ദ സയൻസ് വി നീഡ് ഫോർ 2050. വിശ്വാസം, പരിവർത്തനം, നാളത്തെ ലോകം 2050 നമുക്കാവശ്യമായ ശാസ്ത്രം. ഈ ലോക ശാസ്ത്ര ദിനം എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ തീമുകളൊന്നും ഇതുവരെ PSC പരീക്ഷ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ലോക ശിശുദിനമാണ് നവംബർ 20. ഓക്കെ, ദേശീയ ശിശുദിനമാണ് നവംബർ 14, എന്നാൽ ലോക ശിശുദിനം എന്നാണ് നവംബർ 20. സോ അതിൻ്റെ തീം എന്താണ്? റീ ഇമേജിനിങ് ദ ഫ്യൂച്ചർ, എ ഫെയറർ വേൾഡ് ഫോർ എവരി ചൈൽഡ്. ഭാവി പുനർവിഭാവനം ചെയ്യുക, ഓരോ കുട്ടിക്കും കൂടുതൽ നീതിയുക്തമായ ഒരു ലോകം. അപ്പോൾ ഈ ലോക ശിശുദിനം എന്നാണ് എന്നൊരു ചോദ്യം പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അത് നവംബർ 20. ഓക്കെ, നമ്മൾ ആഘോഷിക്കുന്ന നവംബർ 14 അത് ദേശീയ ശിശുദിനമാണ്. ഇത് ലോക ശിശുദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നവംബർ 20. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ തീമുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ആരോഗ്യദിനം, പരിസ്ഥിതി ദിനം, ഇതിൻ്റെയൊക്കെ തീമുകളാണ് പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് രണ്ടിൻ്റെയും തീം പഠിക്കണം എന്നില്ല. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട സോഷ്യൽ സ്കീമുകൾ, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നടപ്പാക്കുന്ന സോഷ്യൽ സ്കീംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ സേഫ് എന്ന് പറയുന്ന പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്ന പദ്ധതി. ഇപ്പോൾ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. ഇനി സമയം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള പദ്ധതി. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ പേരാണ് സമയം എന്ന് പറയുന്ന പദ്ധതി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഒരു സ്റ്റേറ്റ് ഒരുക്കിയിട്ടുള്ളത്. അത് കേരള സ്റ്റേറ്റ് ആണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ആണ് ഇത്തരം ഒരു പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം പദ്ധതി ഓർത്തിരിക്കുക, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ഒരു പദ്ധതി. ഓക്കെ, പൊതുജനങ്ങൾക്ക് എന്താണ് കേസുകളിലും അതുപോലെ ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനുള്ള പദ്ധതിയാണ് സമയം എന്ന്. അപ്പോൾ സമയം അല്ലേ, വേഗവുമായി ബന്ധപ്പെട്ടൊരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി പ്രജ്വല, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും PSC പരീക്ഷകൾ സ്കീംസ് നന്നായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 സ്കീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് സമയം പദ്ധതി. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അത് കേരള സ്റ്റേറ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ആ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കീമുകൾ നന്നായിട്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം? ഇപ്പോൾ സേഫ് ആണെങ്കിൽ വീട് നിർമ്മാണം, പ്രത്യേകിച്ച് SC ST കാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. സമയമാണെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വ്യവഹാരം കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കോളർഷിപ്പ് പദ്ധതിയാണ് തൊഴിൽ ഇല്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് പേരാണ് പ്രജ്വല എന്ന് പറയുന്നത്. അടുത്തത് കേന്ദ്ര തലത്തിലുള്ള പദ്ധതികളാണ്. ആദ്യം പറഞ്ഞ 3 എണ്ണം കേരളത്തിലുള്ള പദ്ധതികളാണ്. ഇത് ഇന്ത്യയിലുള്ള കേന്ദ്ര തലത്തിലുള്ള പദ്ധതികളാണ്. അതിലൊന്നാണ് അമൃത് എന്ന് പറയുന്ന പദ്ധതി. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഈ ഒരു അമൃതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
അപ്പോൾ നഗരങ്ങളിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതായത് കുടിവെള്ള എന്താണ് നല്ല രീതിയിലുള്ള കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് അമൃത് എന്ന് പറയുന്ന പദ്ധതി. ഇനി ഡിജി അറിവ്. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളുകളിൽ ഡിജിറ്റൽ സ്റ്റെം അഥവാ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാംസങ്ങും ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ കോമ്പാക്റ്റ് നെറ്റ്വർക്ക് ഇന്ത്യയും ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏത്? ഡിജി അറിവ്. അപ്പോൾ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, കാരണം ഇത് തമിഴ്നാട്ടിലെ ഒരു സ്കീമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക് കമ്പനി, പ്രത്യേകിച്ച് സാംസങ്, അവരെ അസോസിയേറ്റ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ല. ഡിജി അറിവ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ല, ബിക്കോസ് അത് തമിഴ്നാട്ടിലെ ഒരു സ്കീമാണ്. അപ്പോൾ ഈ അമൃത് അറിഞ്ഞിരിക്കുക. അമൃത് എന്നാണ് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അമൃത് എന്ന് പറയുന്ന പദ്ധതി. ഇനി പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസ് ആണ്. സോ ഈ നവംബർ മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങളാണ്. ഒന്ന് തൃശൂൽ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം. അതായത് ഇന്ത്യയുടെ നേവി ആയിക്കോട്ടെ, ആർമി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എയർഫോഴ്സ്, ഇവർ കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു അഭ്യാസമാണ് തൃശൂൽ എന്ന് പറയുന്നത്. സാഗർ കവച്. സാഗർ കവച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാഗർ അല്ലെ, കടലുമായി, അഥവാ ഇന്ത്യയുടെ നേവി നടത്തുന്ന, ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച്. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇനി ഗരുഡ, ഇന്ത്യൻ വ്യോമസേന, ഫ്രാൻസ് വ്യോമസേന, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ വ്യോമസേനയും അതുപോലെ ഫ്രാൻസിൻ്റെ വ്യോമസേന എയർഫോഴ്സും കൂടിയിട്ട് നടത്തിയിട്ടുള്ളൊരു എക്സസൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഗരുഡ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആദ്യ രണ്ടെണ്ണം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനത്തെ ഗരുഡ 25 എന്ന് പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സും ഫ്രാൻസിൻ്റെ എയർഫോഴ്സും കമ്പൈൻഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു എന്താണ് എക്സസൈസ് ആണ്. ഓക്കെ, സോ അടുത്തത് സൈക്ലോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സൈക്ലോൺസ് പറയുമ്പോൾ ഫിലിപ്പീൻസിൽ വീശിയടിച്ചൊരു ചുഴലിക്കാറ്റാണ് കൽമേഗി. ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, കൽമേഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് ഉണ്ടായത്? ഫിലിപ്പൈൻസ്. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുപോലെ ബംഗ്ലാദേശിൽ 2025 നവംബറിൽ എന്താണ് ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഭൂചലനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ന്യൂസ് പേപ്പർ ആയിട്ട് 2025 നവംബറിൽ ഭൂചലനം ഉണ്ടായി. ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. 2025 നവംബറിൽ മലാക്ക കടലിടുക്കിന് മുകളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സനിയാർ. UAE ആണ് സിംഹം എന്നർത്ഥം വരുന്ന ഈ ഒരു വാക്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ മലാക്ക കടലിടുക്കിന് മുകളിലായിട്ട് രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സനിയാർ എന്ന് പറയുന്നത്. സിംഹം എന്ന അർത്ഥം വരുന്ന വാക്കാണ് സനിയാർ എന്ന് പറയുന്നത്. ഇനി ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിറ്റ്വ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയത്. അതിവിടെ ഓൾറെഡി പറയുന്നുണ്ട്, ഓപ്പറേഷൻ സാഗർ ബന്ധു. ദിത്വ എന്ന പേര് യമൻ നിർദ്ദേശിച്ചതാണ്. അപ്പോൾ ഈ പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. മലയിടുക്കിലെ ആഴം കുറഞ്ഞ ജലാശയം എന്ന അർത്ഥമാണ് ഈ ദിത്വക്കുള്ളത്. ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ച ശ്രീലങ്കക്ക് ഇന്ത്യ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ദിത്വ. ഈ പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മലയിടുക്കിലെ ആഴം കുറഞ്ഞ ജലാശയം എന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇനി 2025 നവംബർ മാസത്തിൽ അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജെയിംസ് വാട്സൺ അല്ലേ. നമ്മുടെ DNA ചുറ്റുഗോവണി മാതൃക ആവിഷ്കരിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇരട്ട ഹെലിക്സ് മാതൃക കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജെയിംസ് വാട്സൺ. രണ്ടാമത്തെ വ്യക്തിയാണ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ് DNA പിരിയൻ ഗോവണി ഘടന അല്ലെങ്കിൽ ഹെലിക്സ് സ്ട്രക്ചർ രൂപപ്പെടുത്തിയത്. അപ്പോൾ അതിനവർക്ക് നൊബേലൊക്കെ 1962 ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു ജെയിംസ് വാട്സൺ അന്തരിച്ച ദിവസമാണ് നവംബർ 8. 2025 നവംബർ 8 ജെയിംസ് വാട്സൺ അന്തരിക്കുന്നത്. അപ്പോൾ ജെയിംസ് വാട്സൺ 1953 ഫ്രാൻസിസ് കിക്കിനോടൊപ്പം DNA ഹെലിക്സ് മാതൃക അവതരിപ്പിച്ചു. അതിന് 1962 നൊബേൽ സമ്മാനം ലഭിക്കുന്നുണ്ട് വൈദ്യശാസ്ത്രത്തിൽ. അവർ അന്തരിച്ച ദിവസമാണ് 2025 നവംബർ 8. അടുത്തത്
സാലുമരദ തിമ്മക്ക എന്നാണ് ഇന്ത്യയുടെ ട്രീ വുമൺ എന്നാണ് അവർ അറിയപ്പെടുന്നത്. പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമാണ് ഈ സാലുമരദ തിമ്മക്ക. അവർ അറിയപ്പെടുന്ന പേരാണ് ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്ന് ആണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ എലിയാഹു ബെസലേൽ കേരളത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ കർഷകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായി ആയ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ 2006 പ്രവാസി ഇന്ത്യക്കാർക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രവാസി ഭാരതീയ സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ പുരസ്കാരം കിട്ടുന്ന ആദ്യ ഇസ്രായേലുകാരൻ കൂടിയാണ് ആര്? ഈ പറയുന്ന എലിയാഹു ബെസലേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഇസ്രായേലുകാരനാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന എലിയാഹു ബെസലേൽ എന്ന് പറയുന്നത്. ഇനി ധർമ്മേന്ദ്ര, ഇന്ത്യൻ സിനിമയിലെ ഹീമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ധർമ്മേന്ദ്ര എന്ന് പറയുന്നത്. അതുപോലെ കാനത്തിൽ ജമീല 2025 നവംബറിൽ അന്തരിച്ച മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ MLA ആണ്. കൊയിലാണ്ടിയിൽ നിന്നാണ് അവർ MLA ആയിട്ടുള്ളത്. ഓക്കെ, അവരുടെ പേരാണ് കാനത്തിൽ ജമീല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഈ ഒരു ലാസ്റ്റ് പോയിന്റ് കാനത്തിൽ ജമീല വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്ക്. മലബാറിലെ ആദ്യ മുസ്ലിം MLA ആണ്, മുസ്ലിം വനിതാ MLA ആണ് ആരെന്ന് പറയുന്നത്? കാനത്തിൽ ജമീല. കൊയിലാണ്ടി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അവർ വിജയിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ MS സ്വാമിനാഥനെ കുറിച്ചുള്ള ഒരു ജീവചരിത്രമാണ് ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് രചിച്ചത് ആരാണ്? പ്രിയംവദ ജയകുമാർ ആണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്ന പ്രിയംവദ ജയകുമാർ രചിച്ച പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥന്റെ ജീവചരിത്രമാണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ ആഗോള പട്ടിണി സൂചികയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 102 സൊമാലിയാണ് ഏറ്റവും കൂടുതൽ പട്ടിണി നേരിടുന്ന രാജ്യം. 127 റാങ്ക്. അതായത് ഈ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലോട്ടാണ്. അതായത് ഏറ്റവും കൂടുതൽ പിന്നിലാണെങ്കിൽ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ 127 റാങ്കാണ് സൊമാലിയക്ക്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 102 സോ നമ്മൾ 2025 നവംബർ മാസത്തിലെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് 2 പാർട്ടുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമ്മുടെ ഓരോ സെക്ഷൻ്റെയും കണ്ടന്റ് കുറയുന്നത് ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറവായതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക കേരള, ഇന്ത്യ, വേൾഡ്, സ്പോർട്സ് മേഖലയിൽ നിന്നാണ്. പിന്നീടുള്ള ചെറിയ മേഖലകളിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല, അതിൽ കണ്ടന്റ് കുറയും. കാരണം ബിക്കോസ് അവിടുന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചോദിക്കില്ല എന്നല്ല, അവിടെയും പ്രധാനപ്പെട്ട പല പോയിന്റ്സിൻ്റെ, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ അവാർഡ്, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്, അതുപോലെ ഹോസ്റ്റുകൾ, അപ്പോയിൻമെൻറ്റ്സ്. പക്ഷേ അവിടെ അത്രത്തോളം പോയിന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് ഞാൻ മുൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. എന്നാലും 2025 പ്രധാനപ്പെട്ട സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉടൻ തന്നെ അടുത്ത മാസങ്ങളിലെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എഴുതിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്തോ കേട്ടിട്ടോ പഠിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ആ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന മാസങ്ങളുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.